بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരോടും കരുണയുള്ളവനും ഏറ്റവും വലിയ കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനെ അറിഞ്ഞ് സ്നേഹിച്ച് ഭയന്ന് ആ പരിപാലകൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് നിങ്ങൾ ജീവിക്കുക. അല്ലദീ ഖലഖക്കും, ആ പടച്ചവൻ നിങ്ങളെ സൃഷ്ടിച്ചു. മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ശരീരത്തിൽ നിന്നും പടച്ചു. ഇത് പരിശുദ്ധ ഖുർആൻ 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസാഇൻ്റെ പ്രോദ്ഘാടനമാണ്. ഈ സൂറത്തിൽ 176 ആയത്തുകളുണ്ട്. മദീന മുനവ്വറയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഒരു ഇസ്ലാമിക സമൂഹത്തെ വാർത്തെടുക്കുന്ന ഘട്ടത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതരണം. അവതരണ ക്രമമനുസരിച്ച് ഇത് 92-ാമതായിട്ടാണ് അവതരിച്ചത്. പാരായണ ക്രമമനുസരിച്ച് 4-ാമത്തെ സൂറത്താണ്. സൂറത്തുൽ മുംതഹിന എന്ന 28-ാം ജുസുവിലെ സൂറത്തിൻ്റെ അവതരണത്തിന് ശേഷമാണ് ഈ സൂറത്ത് അവതരിച്ചത്. അൻ-നിസാ എന്ന് ഈ സൂറത്തിന് പേര് വെച്ചത്, ഈ സൂറത്തിൽ അൻ-നിസാ, മഹിളകൾ എന്ന പദമുണ്ട്. അതിനേക്കാളും പ്രധാനം, ഈ സൂറത്ത് വൈവാഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ സാരസമ്പൂർണമായ നിലയിൽ പരാമർശിക്കുന്ന സൂറത്താണ്. വൈവാഹിക ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകം വനിതകളാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, പരിശുദ്ധ ഖുർആനിൽ അർ-റിജാൽ, പുരുഷന്മാർ എന്ന പേരിൽ സൂറത്തുകളില്ല, അൻ-നിസാ എന്ന പേരിൽ സൂറത്തുണ്ട്. എന്നല്ല ഈ സൂറത്തിൻ്റെ ഒരു പ്രധാന പ്രതിപാദ്യം, മർദ്ദിക്കപ്പെട്ട് പ്രാന്തവൽക്കരിക്കപ്പെട്ട് മൃഗീയമായ നിലയിൽ വർത്തിക്കപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹത്തെ ജീവിതത്തിൻ്റെ പ്രധാന മേഖലകളിലേക്ക് നയിക്കുകയും പുരുഷന്മാരോടൊപ്പം എന്നല്ല, പലപ്പോഴും അവരെ മുന്നിടുന്ന നിലയിൽ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നത് പ്രവാചക നിയോഗത്തിൻ്റെയും പരിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെയും വലിയൊരു ലക്ഷ്യമാണ്. പ്രത്യേകിച്ചും ഈ സൂറത്ത് ശ്രദ്ധിച്ച് പഠിച്ചാൽ സ്ത്രീകൾക്ക് എത്രമാത്രം സ്ഥാനം നൽകിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഖേദകരമെന്ന് പറയട്ടെ, ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത, ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന ആളുകൾ ഇസ്ലാം സ്ത്രീകളെ നിന്ദിച്ചു. പരിശുദ്ധ ഖുർആനും ഹദീസും മാത്രമല്ല, ഇസ്ലാമിൻ്റെ മുഴുവൻ ഘടകങ്ങളും സ്ത്രീകളെ തള്ളുന്നു എന്ന് വാദിക്കുകയും സമുദായത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആ വാദത്തിലേക്ക് ചായുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഈ സൂറത്തിൻ്റെ പഠനം പ്രസക്തമായി തീരുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക പ്രദേശങ്ങളിലേക്ക് അയച്ചൊരു വിജ്ഞാപനമുണ്ട്. നിങ്ങളുടെ പെൺകുട്ടികളെ പോലും സൂറത്തുൻ നിസാ, സൂറത്തുൻ നൂർ,
സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ അഹ്സാബ് പോലുള്ള അധ്യായങ്ങൾ പഠിപ്പിക്കുക. സൂറത്തുൻ നിസാ പഠിച്ച് പകർത്തി പ്രചരിപ്പിക്കുന്നതിലൂടെ ഒരു ഉത്തമ കുടുംബം നിലവിൽ വരുന്നതാണ്. സൂറത്തുൻ നൂർ പഠിച്ച് പകർത്തുന്നതിലൂടെ ജീവിത വിശുദ്ധി കൈവരിക്കാൻ കഴിയും. സൂറത്തുൽ അഹ്സാബും സൂറത്ത് അൽ ഹുജറാത്തും പഠിച്ച് പകർത്തി പ്രചരിപ്പിക്കുന്നതിലൂടെ പരസ്പരമുള്ള മര്യാദകളും സംസ്കാര സമ്പന്നമായ ജീവിതവും ഉണ്ടായിത്തീരും. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എന്നോടും കുടുംബത്തോടും മുഴുവൻ സഹോദരീ സഹോദരന്മാരോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ വരിക, പ്രത്യേകിച്ചും സൂറത്തുൻ നിസായിലേക്ക് വരിക. ഈ സൂറത്ത് നമ്മൾ പഠിച്ച് നാം ഓരോരുത്തരുടെയും കുടുംബജീവനം നന്നാക്കാൻ ശ്രദ്ധിക്കുക. ഈ സൂറത്തിൻ്റെ ആദ്യത്തെ വചനം തന്നെ ഈ സൂറത്തിൻ്റെ രത്ന ചുരുക്കമാണ്. അതുകൊണ്ടായിരിക്കാം ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം പോലുള്ള ഇടപാടുകളുടെ വേളകളിൽ നടത്തിയിരുന്ന പ്രഭാഷണങ്ങളിൽ ഈ ആദ്യത്തെ ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യുമായിരുന്നു. 100,000 വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം പോലുള്ള വേദികളിൽ ഈ ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്തു എന്നതിൽ നിന്നും ഈ ആയത്തിൻ്റെ അതുപോലെ ഈ ആയത്തിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ ആയത്തുകളുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സൂറത്ത് വൈവാഹിക ജീവിതം എന്ന നൂൽക്കെട്ടിലാണ് ഇതിൻ്റെ വിവരണങ്ങളെല്ലാം നടക്കുന്നത്. ഇടയ്ക്ക് മോശപ്പെട്ടവരുടെ ദുർഗുണങ്ങൾ വിവരിക്കും. അത് മനസ്സിലാക്കി അവരും നമ്മളും ആ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുപോലെ പോരാട്ടത്തെക്കുറിച്ച്, കപടവിശ്വാസികളെ സംബന്ധിച്ച് ഇതിൻ്റെ മധ്യഭാഗത്ത് വിവരണമുണ്ട്. പോരാട്ടത്തിലുള്ള സൂക്ഷ്മമായ വശങ്ങൾ വിവരിക്കുന്ന സന്ദർഭത്തിൽ ആ പോരാട്ടം സൂക്ഷ്മതയുള്ളതാക്കുമ്പോൾ വൈവാഹിക ജീവിതമാകുന്ന പോരാട്ടവും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ, ചിലപ്പോൾ യഥാർത്ഥ യുദ്ധത്തിലേക്കും എന്നല്ല വഷളത്തരത്തിലേക്കും നീങ്ങുന്ന ആ പോരാട്ടങ്ങളും അതിൽ സൂക്ഷ്മത പാലിക്കേണ്ടത് എത്രമാത്രം പ്രാധാന്യമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കപടവിശ്വാസികളുടെ ദുർഗുണങ്ങൾ വിവരിക്കുമ്പോൾ ആ ദുർഗുണങ്ങൾ വർജിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ സൂറത്തിലെ ഏതാണ്ട് 2 പേജ് അമുസ്ലിമീങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോടതി വ്യവഹാരങ്ങളെ പറ്റിയുള്ള പരാമർശമാണ്. അതിൽ പടച്ചവൻ വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ പറയുന്നു. വിവാഹത്തിൻ്റെ അവരുമായിട്ടുള്ള വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതിനോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ധാരാളമായി കൊണ്ടിരിക്കുന്ന വൈവാഹിക പ്രശ്നങ്ങളിൽ എത്രമാത്രം സൂക്ഷ്മത കാണിക്കണം എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് 2 കുഴപ്പങ്ങളാണ്. ഒന്ന്, വിവാഹത്തിനിടയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ ആളുകൾ ജിഹാദിൻ്റെ പേര് പറഞ്ഞ് ആ പ്രശ്നത്തെ വലുതാക്കും. വേറെ കുറേ ആളുകൾ വാണക്കുറ്റി പോലെ അവർ കോടതിയിലേക്ക് ഓടും. എന്നിട്ട് കളവുകളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പറഞ്ഞ് കേസുകൾ ശക്തമാക്കും. കേരളത്തിലെ ഒരു കോടതിയുടെ വരാന്തയിൽ വെച്ച് ഒരു വക്കീലായ സഹോദരൻ മനസ്സ് തടയിക്കൊണ്ട് പറയുകയുണ്ടായി, സമുദായത്തോടൊന്ന് പറയിൻ, നിങ്ങളുടെ പണം തിന്ന് ഞങ്ങൾക്ക് മതിയായി, ഇനിയെങ്കിലും ഈ വഴക്കൊന്ന് നിർത്തിൻ. ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെയോ മധ്യസ്ഥൻ്റെയോ 2 ഭാഗത്തിരുന്ന് നിമിഷ നേരം കൊണ്ട് പരിഹരിക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ കേസുകെട്ടുകളാക്കി മാറ്റി ഒരിക്കലും അവസാനിക്കാത്ത പ്രശ്നങ്ങളാക്കുന്നവർ ഈ സൂറത്തിനിടയിൽ അമുസ്ലിമീങ്ങളുമായിട്ടുള്ള കേസിൻ്റെ വിഷയത്തിൽ പടച്ചവൻ നടത്തിയ അതീവ ഗൗരവമായ വാക്യങ്ങളെ മനസ്സിരുത്തി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതാണ്.
ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ജനങ്ങൾ നടത്തുന്ന ഗൂഢാലോചനകളിൽ യാതൊരു നന്മയുമില്ല. എന്നാൽ ജനങ്ങൾക്കിടയിൽ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥം വെക്കട്ടെ, മുസ്ലിമീങ്ങൾക്കും യഹൂദികൾക്കും ഇടയിൽ ബന്ധം നന്നാക്കാൻ വേണ്ടിയുള്ള ആലോചനകളും പരിശ്രമങ്ങളും വളരെ മഹത്തരമാണ്. മഹാനായ ഉസ്താദ് ഇവിടെ നിർത്തിക്കൊണ്ട് പറയുമായിരുന്നു, മുസ്ലിം യഹൂദി ബന്ധം നന്നാക്കുന്നത് ഇത്ര മഹത്തരമാണെങ്കിൽ അയൽവാസികളുമായി, കുടുംബങ്ങളുമായി, പ്രത്യേകിച്ചും പടച്ചവൻ്റെ നാമത്തിൽ ഒന്നായിത്തീർന്ന വൈവാഹിക ജീവിതം നന്നാക്കുന്നത് എത്ര മഹത്തരമായിരിക്കും. തിരിച്ചു പറയട്ടെ, ചെറിയ കാര്യങ്ങൾക്ക് തല്ലിപ്പൊളിച്ച് അതിലാശ്വാസം കണ്ടെത്തുന്നവർ, ആശ്വാസമല്ല എന്നുമെന്നുമുള്ള തലവേദന തലയിലെടുത്ത് വെക്കുന്നവർ എത്ര വലിയ അക്രമമാണ് കാണിക്കുന്നത്. തുടർന്ന് ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ വേദക്കാരായ ആളുകൾ ആ വേദം പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും സമയം കണ്ടെത്താതെ വാറോലകളുടെ പിന്നാലെ പാഞ്ഞപ്പോൾ ഉണ്ടായ അവരുടെ അവസ്ഥകൾ അള്ളാഹു വിവരിക്കുന്നു. വേദം ഏതെന്നാണോ പറഞ്ഞത് അതിന് നേരെ എതിരായ ജീവിതം അവർ ഉൾക്കൊള്ളുകയുണ്ടായി. വേദം പറയുന്നു പലിശ വാങ്ങരുത്, അവർ പലിശ വാങ്ങൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. വേദം പറയുന്നു മറ്റുള്ളവരെ നന്മയ്ക്ക് പ്രേരിപ്പിക്കണം, അവരാകട്ടെ മറ്റുള്ളവരെ നന്മകൾ തടഞ്ഞു നിർത്തുന്നവരായി. വേദം പറയുന്നു മഹാത്മാക്കളെ ആദരിക്കണം, അവർ മഹാത്മാക്കളെ അനാദരിക്കുക മാത്രമല്ല കൊല്ലുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരായി. തുടർന്ന് അവസാനം ഈ സൂറത്ത് എല്ലാവരോടും പൊതുവിലും അതുപോലെ വിശ്വാസി സമൂഹത്തോടും പ്രത്യേകിച്ചും വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ടവരോടും വിശിഷ്ടമായ ചില ഉപദേശങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സമാപനത്തിലേക്ക് കടക്കുന്നു. ഇതാണ് ഈ അനുഗ്രഹീത സൂറത്തിൻ്റെ ആകെ ചുരുക്കം. ഈ സൂറത്ത് പഠിക്കുന്നതിലേക്ക് സഹോദര സഹോദരി കടന്നുവരിൻ. നാം ഓരോരുത്തരും ഇതിനെ പഠിക്കൻ, ഇതിനെ ജീവിതത്തിൽ പകർത്തിൻ. കഴിവിൻ്റെ പരമാവധി ഇന്നത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി കാര്യങ്ങൾ പറയാൻ പരിശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിർദ്ദേശങ്ങൾ അതും സ്വാഗതം ചെയ്യുന്നു, സംശയങ്ങളും സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു യാത്ര സഫലമാക്കുമാറാകട്ടെ, സുഗതമാക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരോടും കരുണയുള്ളവനായ ഏറ്റവും വലിയ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധ നാമങ്ങളുടെ ഐശ്വര്യം തേടിക്കൊണ്ട് പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇതനുസരിച്ചുള്ളൊരു ജീവിതം, ഒരു പ്രബോധനം ഞങ്ങൾക്ക് നൽകണമെന്ന് താണുകയാണ് അപേക്ഷിച്ചുകൊണ്ട് ഈ പരിശുദ്ധ സൂറത്ത് ആരംഭിക്കുകയാണ്.